നിത്യ തേജസ് ഞങ്ങളുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഈ തേജസ് ഇരുട്ടുള്ള സ്ഥലത്ത് പ്രകാശമുള്ളതാക്കി മാറ്റുന്നുണ്ട്. ആമേൻ. എത്ര പേർ കേൾക്കുന്നത്? ഒരു വാക്ക് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞോട്ടെ. ഷൈൻ ഫോർ ജീസസ്. യേശുവിന് വേണ്ടി ഷൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ആമേൻ. അവർ ഇന്ന് പകലിൽ സമർപ്പിക്കാൻ തയ്യാറാകുക. ഷൈൻ ഫോർ ജീസസ്. യേശു ക്രിസ്തുവിന് വേണ്ടി, യേശുവിന് വേണ്ടി നീ ഷൈൻ ചെയ്യണം. എങ്ങനെ ഷൈൻ ചെയ്യണം? ആമേൻ. ഷൈൻ ചെയ്യുന്നത് ഇട്ടോണ്ട് വന്ന ഡ്രസ്സിലല്ല, ആമേൻ, മുഖത്തെ മേക്കപ്പിലല്ല, നിന്നിലുള്ള വെളിച്ചത്താൽ. ആമേൻ. നീ ഷൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ഇരുട്ടിനെ പിടിച്ചടക്കുന്ന ജനറേഷന്റെ അകത്ത്, ഈ തലമുറയ്ക്കകത്ത് ദൈവം നിന്നെ നിർത്താൻ പോകുക. ഈ ഉണർവിന്റെ അകത്ത് നിന്നെ ഒരു തീ കഷ്ണമാക്കി നിർത്താൻ പോകുക. പരിശുദ്ധാത്മാവ് പറയുന്നത്, ആമേൻ, നീ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയാകുന്നു. നിന്നെ ഇരുട്ടിലേക്ക് കൊണ്ടിടാൻ നോക്കുന്ന സകല ദുരാത്മമണ്ഡലങ്ങളെ നോക്കിക്കൊണ്ട് ഇന്ന് പകരം വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നു, ഇരുട്ടിനെ ഞങ്ങൾ പിടിച്ചടക്കുന്നവരാണ്. ഞങ്ങളുടെ അകത്തൊരു വെളിച്ചം നിരന്തരുന്നുണ്ട്. ഞങ്ങളുടെ അകത്തൊരു വെളിച്ചമുള്ളത് കൊണ്ട് ഇരുട്ടിന് ഞങ്ങളുടെ മേൽ സ്വാധീനം ചെയ്യാൻ കഴിയത്തില്ല. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജർമ്മനിയുടെ മണ്ണിൽ ആമേൻ നിലനിൽക്കുന്ന ഒരു ഇരുട്ടിന്റെ ശക്തിയുണ്ട്. ആമേൻ. ഇന്ന് പകരം അവയ്ക്കെതിരെ വെളിച്ചമായി നിലകൊള്ളാൻ ആമേൻ അഭിഷക്തന്മാർ, അഭിഷക്തമതികൾ തയ്യാറാകുന്നുവെങ്കിൽ, പ്രാർത്ഥനയിൽ പോരാടാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഉണർവിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ, ഇരുട്ടിനെ പിടിച്ചെടുക്കുന്ന ഒരു ജനറേഷനായി ഷൈൻ ഫോർ ജീസസിന്, കർത്താവിന് വേണ്ടി നാം ഷൈൻ ചെയ്യുന്നവരായി മാറാൻ കർത്താവിനെ ശക്തിയോടെ ഉപയോഗിക്കുക.